ഈ ഹായ് എന്തൊക്കെ ചെയ്തിട്ടും ഒരു മെനയാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് കൂടിയാണ് ഞാൻ രാവിലെ തന്നെ എൻ്റെ ചെയ്യുന്നത് എൻ്റെ സ്കിന്നിന്റെ തൊലി പൊളിച്ച് കളയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യുമൊന്നുമല്ല. എൻ്റെ സ്കിന്നിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി അത് കൂടുതൽ പ്രശ്നങ്ങളാവാതിരിക്കാൻ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ ഐസ് വെച്ചിട്ട് സ്കിന്നിലൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിലുള്ള പഫിനെസ് ഒക്കെ പോയിട്ട് നമുക്കൊരു നാച്ചുറൽ ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ ക്ലെൻസിങ്, നമ്മുടെ ഫേസിൽ ഡേർട്ടൊന്നും ഇല്ലാതെ ഓൾവേസ് ഫ്രഷ് ആയിട്ടിരിക്കാൻ ക്ലെൻസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ദെൻ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. സ്കിൻ പ്രൊട്ടക്ഷൻ ലൈക്ക് UV റേസിൻ്റെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആക്കാണ്ട് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷെ പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് സൺസ്ക്രീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കിൻ. പിന്നെ അതുകൂടാതെ ഉള്ള കാര്യങ്ങളാണ് ലൈഫ് സ്റ്റൈലും ഡയറ്റും കാര്യങ്ങളൊക്കെ. അതൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ കമൻറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ സ്കിന്നിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. പിന്നെ ഈ കമൻറ്റ് ഇട്ടവരൊക്കെ ഇപ്പോഴും ജനിച്ച് അതേപോലെ തന്നെ സ്കിന്നിനൊന്നും ഒരു പ്രശ്നമില്ലാണ്ടാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്കിന്നിനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. പിന്നെ കുറേ പേർക്കുള്ള വേറൊരു പ്രശ്നമാണ് ലിപ്സ്റ്റിക്. എന്തിനാണ് ലിപ്സ്റ്റിക് ഇടുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഞാനതൊരു വേറെ വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ.